പക്കിരി. കേറ് ജീപ്പില്. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. എന്താ? ഒരു പെറ്റീഷനാ. ഇരിക്കൂ. താങ്ക്സ്. തെറ്റോ? അതെ സർ. ഏതോ ഒരുത്തം വീട്ടിൽ കയറി ആഭരണങ്ങളും പണവും എല്ലാം മോഷ്ടിച്ചോണ്ട് പോയി. കൃത്യം നടന്നത് എപ്പോഴാ? ഇന്നലെ രാത്രിയിൽ. എത്ര മണിക്ക്? കൃത്യമായി സമയം അറിയില്ല. ഞങ്ങൾ നല്ല ഉറക്കത്തിലായിരുന്നു. പിന്നെ മോഷണം പോയത് അറിഞ്ഞപ്പോഴാണ്? ഞങ്ങൾ ഉറക്കം ഉണർന്നപ്പോ ബ്യൂറോ കുത്തി തുറന്ന നിലയിലാണ് കണ്ടത്. ശരി, അതേപ്പറ്റി അന്വേഷിക്കാം. നിങ്ങൾ പൊയ്ക്കോളൂ. ശരി സർ. വരട്ടെ.
നിന്റെ കയ്യിൽ വീഴുവാൻ നിർവൃതിയിൽ ആടുവാൻ നീലിമയിൽ നീന്തുവാൻ സോമരസം കൊള്ളുവാൻ നിന്റെ കയ്യിൽ വീഴുവാൻ നിർവൃതിയിൽ ആടുവാൻ നീലിമയിൽ നീന്തുവാൻ സോമരസം കൊള്ളുവാൻ തീരാവിൽ മനം തുടിച്ച് പ്രാണനിൽ തീനാമ്പ് മുഴുക്കി മലരിടും ദേഹാൻ മകരഴും പ്രായം പോരൂ എന്നെ വാരിച്ചൂടാൻ നീ പോരൂ പോരൂ എന്നെ വാരിച്ചൂടാൻ നീ പോരൂ മലരിടും ദേഹാൻ മകരഴും പ്രായം നേരെ ചൂട് അമുക്കടി നിർത്ത് നിങ്ങൾ അകത്തേക്ക് പോയിക്കോ എന്താ എത്ര കുറവ്? ബിസിനസ് വളരെ കുറവാണ്. എന്താ കുറയാൻ? ആണായിട്ടുള്ളവന്മാരൊന്നും ഈ നാട്ടിലില്ലേ? നാളെ ബാക്കി കൂടി എത്തിച്ചേക്കണം, ഇല്ലെങ്കിൽ എന്റെ തനി സ്വഭാവം ഞാൻ എടുക്കും. അയ്യോ വേണ്ട, ഞാൻ എത്തിച്ചേക്കാം. ഉഗ്രൻ സാധനമാ, ഒന്ന് പിടിപ്പിച്ചു നോക്ക്. അടച്ചു വേണ്ട, കോട് മതി. നീ ഭയക്കണ്ടടാ, അത് നമ്മുടെ ആളാ. ഇത്രയേ ഉള്ളു കാര്യം. ഒന്നുകൂടെ പഠിപ്പിച്ചോ. ഒഴിച്ചോ.
ഗുഡ് സ്റ്റീഫൻ. നാളെ കാണിനടുത്ത് വന്ന് കാണും. ഓ. എന്താണ് സംഭവം മനസ്സിലാവുന്നത്? പണ്ടാരാണ്ട് പറഞ്ഞ മാതിരിയാ, ചുണ്ടയ്ക്കാ കാപ്പണം, ചുമട്ടുകൂലി മുക്കാപ്പണം. വിൽക്കണത് വിൽക്കണത് പിടുങ്ങിക്കൊണ്ട് പോവാ ഇപ്പത്തെ. ഇരിക്കാൻ സമയമില്ല, ഞാനിപ്പോ ഡ്യൂട്ടിയില്ല. ഒരു കുട്ടിയെ സത്യം പറയാമല്ലോ ബാബു, ഇവിടെയുള്ള ഡാക്ടർമാരോട് നീ കമ്മീഷൻ വാങ്ങിക്കണം. അതെന്താ? എത്രയായിരം കുടലും കരളുമാ ദ്രവിപ്പിച്ച് നീ ആശുപത്രിയിലോട്ട് അയക്കുന്നത്. ഞാൻ അവന്മാരെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ടോ വന്ന് കുടിക്കാൻ? എന്നാലും എന്റെ പാതാളം ബാബു. അണ്ണാ, അങ്ങനെ തന്നെ അങ്ങനെ വിളിക്കരുത്. ഇവിടെയുള്ള അവളുമാർക്ക് ഞാൻ 10 കാശുണ്ടാക്കുന്നത് കണ്ടിട്ട് അസൂയ. അവളുമാരാണ് എനിക്ക് പാതാളം പാറൂന്ന് പേരിട്ടിരിക്കുന്നത്. വരട്ടെ, അവളുമാരെ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. കാണിക്കൊന്നും വേണ്ട, അതൊക്കെ മോശമല്ലയോ. കുപ്പിച്ചിടാ കാശോ? കാശൊക്കെ തരാ. ഇപ്പൊ എത്രയായെന്നറിയോ? ആയതൊക്കെ ആയി. അണ്ണാ, വൈകിട്ട് വരുമ്പോ കാശും കൊണ്ട് വരണേ എന്നാ. ഇടിഞ്ഞ കാലം വെളുക്കുന്നതിന് മുമ്പ് വരും കടം മേടിക്കാൻ. എന്തായി? അവിടെ പ്രത്യേകിച്ച് ആരെയും കാണുന്നില്ല. അകത്തെങ്കിലും ലൈറ്റും ഇല്ല. വിളിച്ചു നോക്കിയോ? ഇല്ല. നാളെ കൂടെ നോക്കണം. ആ ശരി. ഒരു 1/2 ഗ്ലാസ് ഒഴിക്കേ. ഇന്നെന്താ 1/2 ഗ്ലാസ് ആക്കിയത്? എനിക്ക് 1/2 മതി. നല്ല ഒന്നാന്തര സാധനം. എടാ, നീ ഇതുവരെ ആയിട്ട് നിർത്തിയില്ല. നാളെ നിർത്താം. പിന്നെ എടാ, എന്തിനാടാ കുടിച്ച് കൂമ്പും കരളും ഒക്കെ കളയുന്നത്? ഇവിടെ എന്തുണ്ടായി? 5 രൂപ. 5 രൂപ വന്നാട്ടെ സാറേ, വന്നാട്ടെ. എടി, ഉടനെ ഞാൻ SI ആയിട്ട് പ്രൊമോഷനിലേക്ക് ആവും.
എടി നീ ആളാകപ്പാടെ അങ്ങ് മാറിപ്പോയല്ലോ എടി നിന്റെ പേര് പാതാളം പാറു എന്നുള്ള മാറ്റി വല്ല ജയഭാരതി എന്നോ ലളിതശ്രീയോ എന്നൊക്കെ ആക്കണം. ചുമ്മാ കളിയാക്കല്ലേ സാറേ, ഇവിടെ കുറെ അവളുമാരുണ്ട്, അവളുമാരൊക്കെ കൂടെ കൂടി ഇട്ട പേരല്ലേ ഈ പാതാളം പാറു. പേരൊക്കെ മാറ്റാൻ നല്ല ഒന്നാന്തരം സാധനമാ. ആളറിയാം, ഓടരുത്, ഞാനുവയ്യ, കേസിയാർജി 571 ആവശ്യമുള്ള എന്നോട് പറഞ്ഞു. എന്തിനാണോ ഡ്യൂട്ടി സമയത്ത് വിടുന്നത്? അയ്യോ ഇവിടെ വാറ്റുന്നു അറിയൂ. വാറ്റുന്നു, താൻ വാറ്റണ്ട. അവള് വാറ്റുന്നു, ഞാൻ കുടിക്കുന്നു, എന്റെ കരണ്ട് കളയുന്നു. താൻ അറിയണ്ട, താൻ നേരെ സ്റ്റേഷനിലോട്ടിയല്ലേ. കൊതിയാവുന്നല്ലേ? ആ, നമുക്ക് ഓരോ ഗ്ലാസ് വീതം കഴിച്ചില്ലെങ്കിൽ ചിലപ്പോ അവള് വിഷമം വിചാരിച്ചാലോ. അല്ല ഓരോ ആവശ്യമുള്ളേ എന്തായാലോ കാശ് തരുന്നത്. ആ ചൂടെ കുടിച്ചിട്ട് പോയാട്ടെ. ഗുരുത്വായിട്ട് എടുക്കാത്തോണ്ട് കൊറോ സാറിന് വേണ്ടി. അള്ളി പിടിച്ച് കേറി ഇരുന്നാട്ടെ, വീഴാതെ കൊണ്ടുപോ സാറേ. അയ്യോ സാറേ കാറ്റ്. ആവശ്യമുള്ള അക്കൗണ്ട് എഴുതി കാണുന്നില്ലല്ലോ. ഹലോ, ഇതാണോ പാർട്ടി? ആ, കൊണ്ടുപോകോ. ഇതാ എത്രേ ഉള്ളൂ? ചേട്ടാ, ചേട്ടൻ എന്താ അവിടെ കിടക്കുന്നത്? കേട്ടാണോ? കളിയാക്കല്ലേ മുതലാളി. എന്റെ അച്ഛനിപ്പോ പെശകാണെന്ന് എനിക്കറിയാം. പക്ഷേ മുതലാളിയെ പോലെ ഒരു അനിയുള്ള വിവരം സത്യത്തെ എനിക്കറിഞ്ഞൂടാ. ചേട്ടനെ കൊണ്ട് എനിക്കൊരു കാര്യം സാധിക്കണം. അത് പ്രത്യേകിച്ച് പറയണ്ട. ചേട്ടാന്ന് വിളിച്ചപ്പോ തന്നെ മനസ്സിലായി ഈ കാര്യം സാധിക്കാനാണെന്ന്. എന്നാ ഇത് പിടി. എന്തിനാ ഇത്? കോർപ്പറേഷനിൽ നിന്നൊരു കത്ത് വന്നിട്ടുണ്ട്. ഉടനെ ജപ്തി നോട്ടീസ് അയക്കുമെന്ന്. അതൊന്ന് ഒഴിവാക്കി തരണം. അതിന് മാനേജ് വെക്കുന്നുണ്ടാ പോലെ. അകത്തും പുറത്തും വെച്ച് 2-3 തവണ സംസാരിച്ചു നോക്കി. അയാൾ വീഴുന്ന ലക്ഷണമില്ല. പിന്നെ ഞാൻ വിചാരിച്ച എന്ത് ചെയ്യേ? പ്രമാണം സെക്യൂരിറ്റി വെച്ച് 2 ലക്ഷം രൂപ ലോൺ എടുത്താ ബിസിനസ് തുടങ്ങിയത്. ഇപ്പൊ ബിസിനസ്സും ഇല്ല, പണം തിരിച്ചടയ്ക്കാൻ പറ്റുന്നുമില്ല. കേസ് വരുന്നതിന് മുമ്പ് ആ പ്രമാണം ഒന്ന് എടുത്തു തന്നാൽ ഞാൻ രക്ഷപ്പെടും. ഞാൻ അകത്തുമാവും. ഇതങ്ങോട്ട് പിടി. കൈക്കൂലി ഞാൻ ഇന്ന് വരെ കൈക്കൂലി വാങ്ങിച്ചിട്ടില്ല, ഇനി വാങ്ങത്തുമില്ല. ചുമ്മാ നല്ല ഭാര്യ മക്കളും പറ്റി നടക്കുന്നത്. എടാ, എന്റെ സ്വന്തം ഭാര്യ, എന്റെ സ്വന്തം മക്കള്, അവരെ പട്ടിണിക്കിടാനുള്ള മൗലിക അവകാശം എനിക്കുണ്ടടാ. നാട്ടുകാരുടെ ഭാര്യയും മക്കളെ ഒന്നും ഞാൻ പട്ടിണിക്കിടുന്നില്ലല്ലോ. വിളിച്ചോണ്ട് പോരാ. കേട്ടോ, ഇങ്ങോട്ട് നോക്കിയേ. അയ്യോ, ഓ താനെന്നെ കൊലച്ചേ അടങ്ങൂ. ഇതേപോലെ കുപ്പിയും കൊണ്ട് താ ഇനി വരരുതേ പോയി. താൻ കുപ്പിയും കൊണ്ടുവന്നിട്ട് ആരെങ്കിലും കൊല്ലാൻ പറഞ്ഞാ ഞാൻ കൊന്നുപോകും. ചതിക്കല്ലേ പോയി, തന്നെ കാല് പിടിക്കാം.
നിങ്ങൾ ആരാ? എന്ത് വേണം? നമുക്ക് അവിടെ നോക്കാം. മൂടിക്കാരുടെ ശല്യം സഹിക്കാൻ കഴിയുന്നില്ല. ഏത് സമയത്തും ഭയന്നാണ് ജീവിക്കുന്നത്. എന്തെങ്കിലും ഒരു പോംവഴി കണ്ടില്ലെങ്കിൽ ഞങ്ങൾക്ക് മേലധികാരികൾക്ക് പരാതി നൽകേണ്ടി വരും. അതിന്റെ ഒന്നും ആവശ്യമില്ല. മേലധികാരികൾക്ക് പരാതി കൊടുത്തുകൊണ്ടൊന്നും പ്രയോജനമില്ല. അന്വേഷിക്കേണ്ടത് ഞങ്ങളെപ്പോലുള്ളവരാ. അതുകൊണ്ട് ഞാൻ നോക്കിക്കോളാം. മേലാൽ മുഖംമൂടിക്കാരുടെ ശല്യം മറ്റാർക്കെങ്കിലും ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങൾക്കുണ്ടാവില്ല. അതുപോലെ അത് മതി സർ. സാക്ഷ്യപിള്ളേ, ഓ യെസ് സർ. നാളെ തന്നെ ഈ ഏരിയയിലുള്ള എല്ലാ സ്റ്റേഷൻ റൗഡികളെയും ഇവിടെ കൊണ്ടുവരണം. കൊണ്ടുവരാം സർ. നാളെ. പിന്നെ ഇന്ന് തന്നെ ഇവരുടെ വീട്ടിൽ ചെന്ന് സ്ഥലം ഇൻസ്പെക്ട് ചെയ്യണം. കേട്ടോ? സാറ് തന്റെ കൂടെയാ. ഉത്തരവ്. യെസ് സാർ. നോ സാർ. യെസ് സാർ. യെസ് സാർ. യെസ് സാർ. എന്നാ ചെന്നാട്ടെ. ശരി, എന്നാ വരട്ടെ. ഓ, തുറന്നോട്. അല്ലെ നമ്മുടെ ഈ മുഖം മൂടി ഉം. ഹലോ, പോലീസ് സ്റ്റേഷൻ. സാർ, ഇന്നലെ രാത്രി ഒരു സ്ത്രീയെ രണ്ടുപേർ കടത്തിക്കൊണ്ടുപോയതായിട്ട് പരാതി കിട്ടിയിട്ടുണ്ട്. എന്താണ് നടന്നതെന്ന് അറിയാമോ? ഇല്ല സർ, അങ്ങനെ ഒരു സംഭവം ഇവിടെ നടന്നിട്ടില്ല. ഇല്ലേ? ഇല്ല സർ. ആ സ്ത്രീയുടെ ഭർത്താവ് ഇവിടെ തന്നെ ഉണ്ട്. നാഷണൽ ഹൈവേക്ക് ഇടറോഡിൽ വെച്ചാണ് സാർ സംഭവം നടന്നത്. ഹൈവേക്കടുത്ത് ഇടറോഡിൽ വെച്ചാണ് സംഭവം നടന്നതെന്നാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ അന്വേഷിക്കണം. ഞാൻ ആ സ്ത്രീയുടെ ഭർത്താവിനെ അങ്ങോട്ട് അയക്കുന്നു. ശരി സർ. നിങ്ങൾ നേരെ ചെന്ന് ആ SI കാണും. അയാൾ വേണ്ടത് ചെയ്യും. ശരി സർ. Come on, quick. എല്ലാ സ്റ്റേഷനിലേക്കും
ഉടനെ തന്നെ ഇൻഫോം ചെയ്യണം. ആരെയും രക്ഷപ്പെടാൻ അനുവദിക്കരുത്. യെസ് സർ. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉടനെ തന്നെ എനിക്ക് എത്തിക്കണം. ശരി സർ. ഉഗ്രൻ ചതക്ക് ചാരായം പാതാളം പാറു നാട്ടി വെക്കാൻ വല്ല അച്ചാറോ നാരങ്ങയോ വല്ലതും ഉണ്ടെങ്കിൽ താ. കൂട്ടുകൂടി കുടിക്കരുത്, കൂട്ടാൻ കൂട്ടി കുടിക്കരുതെന്നാണ് നിയമം. ആഹാ, എന്തൊരു തത്വസംഹിത. സത്യം പറഞ്ഞ നീ ചാരായ കച്ചവടം നടത്തേണ്ടവളല്ല, എക്സൈസ് മന്ത്രിയായേണ്ടവളായിരുന്നു. ഒരു ഗ്ലാസ് കൂടെ മതി. ആ മതി. പോയ മാസത്തെ ബാക്കി 60 രൂപയുണ്ട്. പോയ മാസം? അതേത് മാസം? ഓ, പോയ മാസം. പോയ മാസം ബാക്കിയൊന്നുമില്ലല്ലോ. ഒരു ബാക്കിയില്ലേ? എന്റെ സ്വഭാവം മാറ്റരുത് കേട്ടോ. നീ പ്രാവണം ഫണ്ട്, ബോണസ് എല്ലാ പിടിത്തവും പോയിട്ട് 336 രൂപ 40 പൈസ ശമ്പളം കിട്ടി. 336 രൂപ 40 പൈസ ഇവിടെ കൊണ്ടുവന്ന് തന്നു. പിന്നെ ഏത് ബാക്കി? ചുമ്മാതല്ലല്ലോ, കുടിച്ചിട്ടല്ലേ. ആ കാശ് കൊടുത്ത് പാല് മേടിച്ച് കുടിച്ചുകൂടായിരുന്നോ? ഒയ്യോ, 336 രൂപയ്ക്ക് പാല് വാങ്ങിച്ച് കുടിച്ചാ വയറുള്ള വിറ്റു പോകൂല്ലേടി. കുടിച്ച് കുടിച്ച് കുടുംബം പട്ടിണിയാക്കിയല്ലോ. അതുകൊണ്ടല്ലേ ഇവിടെ കുടിക്കുന്നത്. വീട്ടിൽ ചെല്ലുമ്പോ ഭാര്യയും മക്കളും പട്ടിണിയാ. അത് കാണാനുള്ള ധൈര്യം എനിക്കില്ല. അല്പം അടിച്ചോണ്ട് പോയാ ധൈര്യമായിട്ട് കാണാം. ഒരു ഗ്ലാസ് കൂടെ ഒഴി. 3 ഗ്ലാസ് അടിച്ചിട്ട് ഒന്നും പിടിക്കുന്നില്ലല്ലടി. വരാമർ വാങ്ങിച്ച് കലക്കി കുടിക്കും, പിടിക്കും. തുഴഞ്ഞു പോയാട്ടെ. കരടി കൂടെ എങ്ങനെയടി തുഴയുന്നേ? വെള്ളത്തിലല്ലേ?
കർത്താവേ ഈ ആത്മാവിന് ഏതാണോ ഞാന് ഒരുത്തനെ അച്ഛൻ റോഡിൽ കൂടെ പോണവരെ കച്ചാൻ വിളിക്കാൻ നിൽക്കോ? എന്നാലും സാമാന്യ മര്യാദ വേണ്ടി. ഓ, അപ്പൊ നീ പോലീസിന് മര്യാദ എടുപ്പിക്കുകയായിരിക്കും. ഇതെന്തോടാ ഇത്? ആ, അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് ശരിയാണ്. കൊലപാതകത്തിന് ശേഷം ആത്മഹത്യാശ്രമം. അയ്യോ എന്റെ പൊണ്ണെണ്ണ, ഇത് പശുവിനെ കെട്ടാനാണ്. പശു പശു. എടാ, നീ കുടിച്ചിട്ടുണ്ടോടാ? എന്റെ പൊണ്ണെണ്ണ, എനിക്ക് ആഹാരം കഴിച്ചുകൂടാ, അൽസവാ. പിന്നെ ഒരേ ഒരു രക്ഷ ഈ പട്ടച്ചാല. കേസ് 4. കൊലപാതകം, ആത്മഹത്യ, മദ്യപാനം, കുടുംബം തുളയ്ക്കൽ. സ്റ്റേഷനിലേക്ക്. പൊണ്ണെണ്ണ, എന്റെ കുടുംബം രക്ഷിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ കുടിക്കുന്നത്. കുടുംബം രക്ഷപ്പെടുത്താൻ? ഓ, ഞാൻ പാല് വിട്ട് എന്റെ മോനെ പഠിപ്പിച്ച് രക്ഷിച്ചു. കാര്യം കാണാൻ പല കരുതലുടെയും കാല് പിടിച്ചു, ഒരു രക്ഷയുമില്ല. അതിനും കുടിക്കാനായിട്ട് എന്താ ബന്ധം? എന്നാ ഞാൻ കുടിച്ച് ചത്ത എന്റെ ജോലിയെങ്കിലും എന്റെ മോന് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച, അല്ലാതെ ഈ ജന്മം അവന് ജോലി കിട്ടാൻ പോകുന്നില്ല. ഓർത്തോർത്ത് എന്റെ ചക്കി പൊട്ടുന്നണ്ണ. നിന്റെ ഈ കാര്യം കേൾക്കുമ്പോ എന്റെ ചക്കി പൊട്ടുപോലെ തോന്നുന്നു. നിന്നാണ്, നിന്റെ അമ്മയാണ്. ഇന്ന് വരെ ഈ 571 മദ്യം എന്താണ് കൈകൊണ്ട് തൊട്ട് നോക്കിയിട്ടില്ല. ചങ്ക് പൊട്ടുന്നതിന് ചാരാ നല്ലതാണോ? പിന്നെ അടിച്ചടിച്ച് വന്നാ പിന്നെ ചങ്കയെ കാണില്ല. ഞങ്ങളെ പോലുള്ളവർക്ക് പിന്നെ അത് വേണ്ടല്ലോ. കൈ കാശില്ല, ഒള്ളി ചിലപ്പോ അടിച്ച് നോക്കായിരുന്നു. കാശ് വേണ്ടെന്നാ, എനിക്ക് അവിടെ അക്കൗണ്ട് ഉണ്ട്. ഇവിടെ ചെന്നാൽ അവിടെ മാറി. തയ്യാറാക്കൂ. ഡോഗിനെ കൊണ്ടുവരാൻ ഏർപ്പാട് ചെയ്യണം. യെസ് സർ. ആരവിടുത്തെ മാനേജർ? ഞാനാ. റാഷിംപിള്ളേ, ബോഡി ഇളക്ക്. നീളം മറ്റേ ആ കാലിലോട്ട് പിടിച്ച അതെ 57. ബാറ്റല്ലേ? ആ ബാറ്റ ബാറ്റ. ഇതും ബാറ്റ. കുറുക്കളന്നെ കുറുക്കളോ. ഈ സേഫ് കുത്തി തുറന്നാണ് സാർ കളവ് നടത്തിയത്. കമോൺ. ഹലോ സാർ, എസ് ഐ സത്യശീലൻ. എന്തായി? ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ? ഇല്ല സർ. ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് പറയാനാണോ ഫോൺ ചെയ്തത്? അതല്ല സർ. എന്തല്ല? ഞങ്ങൾ തീവ്രമായി അന്വേഷിക്കുന്നുണ്ട് സാർ. സംശയം തോന്നുന്നവരെല്ലാം അറസ്റ്റ് ചെയ്യാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. എത്ര ലേറ്റായാലും സാർ ഇൻഫോം ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഫോൺ ചെയ്തത്. വിശദീകരണം എനിക്ക് ആവശ്യമില്ല. എത്രയും പെട്ടെന്ന് അവരെ അറസ്റ്റ് ചെയ്യണം. യെസ് സർ.
സംശയം തോന്നിയ പലരെയും ചോദ്യം ചെയ്തു. ഒന്നിനൊരു തുമ്പും കിട്ടിയിട്ടില്ല. ആ സ്റ്റേഷൻ അതിർത്തിയിലാണ് കൊള്ളയും കൊലയും അധികം നടക്കുന്നത്. പല പരാതികളും ഇവിടെ കെട്ടിക്കിടപ്പുണ്ട്. അവിടെ ഇരിക്കുന്ന ഇൻസ്പെക്ടർ ഒന്നിനും കൊള്ളാത്തവരാണെന്ന് തോന്നുന്നു. ആരാ അവിടുത്തെ ഇൻസ്പെക്ടർ? ഒരു സത്യശീലനാണ്. സത്യശീലൻ. ഏതിനും ഈ കേസിന് എന്തെങ്കിലും തുമ്പുണ്ടാക്കണമെങ്കിൽ നമ്മുടെ മിസ്റ്റർ പണിക്കരെ തന്നെ ഈ കേസ്. ഈ കൊലപാതകത്തെ പറ്റി നിനക്ക് വല്ലതും അറിയാമോ? അറിയാം. എന്തോ അറിയാം? ഇതൊരു കൊലപാതകമാണെന്നറിയാം. പിന്നെ എന്തോ അറിയാം? അവൻ വീണ്ടും എണീറ്റ് വന്ന് വാച്ച്മാന്റെ ജോലി ചെയ്യൂല എന്നറിയാം. പിന്നെ എന്തോ അറിയാം? അവനെ ആരോ കൊന്നതാണെന്നറിയാം. ആര് കൊന്നെന്നറിഞ്ഞാൽ കഥ തീർന്നില്ലേ അണ്ണ? അണ്ണനും കാക്കി, ഞാനും കാക്കി. തല ഇരിക്കുമ്പം വാലാടരുതേ അണ്ണ. ആരുടെ വാല്? അണ്ണൻ തന്നെ. ഞാൻ വാലോ കാണിച്ചു തരാം. എന്താണ് സാർ? എന്റെ പേഴ്സ് കാണാനില്ല. ഇവിടെ വെച്ച് പോകാനാണ് സാധ്യത. സത്യശീലൻ അതെങ്ങനെ നഷ്ടപ്പെട്ടെന്ന് അന്വേഷിക്കൂ. വെള്ളം വെക്കണ്ട. ഞാൻ ഐജിയുടെ റൂമിൽ കാണും. 1 മണിക്കൂറിനുള്ളിൽ എന്റെ പേഴ്സ് അവിടെ കിട്ടാം. യെസ് സർ. സാജിപ്പിള്ളേ, സാറിന്റെ പേഴ്സ്. എന്നോട് ചോദിച്ചാൽ ഞാൻ എവിടെ നിന്ന് എടുക്കും? എവന്റെ ബാക്കി ചോദിക്കാം. തൊപ്പി തന്റെ എല്ലാം ഉണ്ട്. പെട്ടെന്ന് പോട്ടെ. എന്തായി? കിട്ടിയോ? കിട്ടി സർ. സർ ഗുഡ്. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. പക്കിരി എന്ന ഒരുത്തനാണ് ഇതിന്റെ പിന്നിലുള്ളത്. അവനെ കസ്റ്റഡി നിർത്തിയിട്ടുണ്ട്. ഞാനും 10-27 വർഷമായി ഈ സർവീസിലായിട്ട്. ആരൊക്കെ എന്തൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയാം. നാളെ ഞാൻ കോർപ്പറേഷൻ ബിൽഡിംഗ് വരുമ്പോ അവിടുത്തെ സ്റ്റാഫുകളെല്ലാം നിർബന്ധമായും അവിടെ ഉണ്ടായിരിക്കണം. യെസ് സർ. യു ക്യാൻ ഗോ. ആ നാമ്പളെ, നാളെ DIG ജയം പഠിക്കാൻ ഇൻവെസ്റ്റിഗേഷൻ വരുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെയുള്ള എല്ലാ സ്റ്റാഫുകളും കൃത്യസമയത്ത് തന്നെ എത്താൻ ഹെഡ് ക്ലാർക്കിനോട് പറയണം. പണിക്കര് സാറോ? അദ്ദേഹം എല്ലാത്തിനെയും ഞാടി മുതൽ ഞരമ്പ് വരെ കുടയും. അദ്ദേഹം ഒന്ന് സൂക്ഷിച്ചു നോക്കിയാ കഴിഞ്ഞ ജന്മം ചെയ്ത കൊലപാതകം വരെ തെളിയുമെന്നാ നാട്ടുകാർ പറയുന്നേ. അല്ല സാർ, തെളിഞ്ഞു കഴിഞ്ഞാൽ അവനെ തല്ലുമോ? പൂട്ട് തൊഴും. ഒന്ന് പോടോ. എവിടെയാ ബോഡി കിടന്നിരുന്നത്? എവിടെയാണ് സർ? സ്റ്റാഫുകളെല്ലാം വന്നിട്ടുണ്ടല്ലോ? ഉണ്ട് സർ. ക്യാഷ് ഫോം എവിടെയാ? മുകളിലാണ് സർ. ഇതാണ് സാർ ക്യാഷ് റൂം. കമോൺ. നിങ്ങളെല്ലാം പോയി നിങ്ങളുടെ ജോലി നോക്കിക്കോളൂ. നിങ്ങളൊക്കെ പോയിക്കോളൂ. നിങ്ങളുടെ കാഷ്യറെ ഒന്ന് വിളിക്കാൻ പറയൂ. ആ കാഷ്യറോടൊന്ന് വരാൻ പറയൂ. നിങ്ങളാണോ ഇവിടുത്തെ കാഷ്യർ? അതെ സർ. എന്താ പേര്? വേണു. എന്ത് വേണു? വേണുഗോപാൽ. ഓ, വേണുഗോപാൽ. പേര് കൊള്ളാമല്ലോ. എത്ര കൊല്ലമായി ജോലിക്ക് കയറിയിട്ട്? 12 വർഷമായി സർ.
ആ 12 വർഷമായി ഈ ഓഫീസിൽ തന്നെയാണോ? അതെ സർ. അതിനു മുമ്പ് എവിടെയാ ജോലി ചെയ്തിരുന്നത്? ഒരു ചിട്ടി കമ്പനിയിൽ. അവിടെ എന്തായിരുന്നു ജോലി? കാഷ്യർ പണി. അവിടെയും കാഷ്യർ, ഇവിടെയും കാഷ്യർ. വേണുവിനെന്താ കാഷ്യർ പണിയോട് ഇത്ര സ്നേഹം? അങ്ങനെയൊന്നുമില്ല സർ. അവർ ആദ്യമായിട്ട് തന്നത് ക്യാഷറായിട്ടാണ്. ആ എക്സ്പീരിയൻസ് വെച്ച് ഇവിടെ അപേക്ഷിച്ചു. ഇവിടെയും ക്യാഷായിട്ട് തന്നെ കിട്ടി. അത്രയേ ഉള്ളൂ? അതെ സർ. വേണുവിനെ കൂടാതെ മറ്റാരൊക്കെയാ നിങ്ങളുടെ സെക്ഷനിൽ? ഞാനും അസിസ്റ്റന്റ് ക്യാഷർ ഉത്തമനും. അവരൊക്കെ ഇവിടെ ഉണ്ടോ? ഉണ്ട് സർ. അവരെ വരാൻ പറയൂ. ശരി സർ. ആ വേണു ഉടനിക്ക് മറ്റാരെങ്കിലും പോയി അവരെ വരാൻ പറയൂ. മാമല്ലാനെ വിളിക്ക്. സംഭവം നടന്നന്ന് മിസ്റ്റർ വേണുഗോപാൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അന്ന് നിങ്ങൾ ഇവിടെ നിന്ന് എത്ര മണിക്കാ പോയത്? പതിവിലും വൈകി. കാരണം? പിറ്റേ ദിവസം ശമ്പള ദിവസമായിരുന്നു. ട്രഷറിയിൽ നിന്നും ക്യാഷ് റിസീവ് ചെയ്ത് പേ ഓർഡർ എല്ലാം ശരിയാക്കി പോകുമ്പോ മണി 8:30 ആയി കാണും. എന്താ 8:30? കൃത്യമായിട്ട് പറയാൻ പാടില്ലേ? നോക്കിയില്ല. അതെന്താ കയ്യിൽ വാച്ചില്ലേ? ഉണ്ട് സർ. പിന്നെന്താ? ശ്രദ്ധിച്ചില്ല. പണി തീർന്നപ്പോ മടങ്ങി. നിങ്ങൾ പോകുമ്പോ പ്രത്യേകിച്ച് ആരൊക്കെ ഉണ്ടായിരുന്നു? മറ്റാരുമില്ല. വാച്ച്മാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഏത് വാച്ച്മാൻ? മരിച്ചുപോയ വാച്ച്മാൻ. മറ്റുള്ളവരൊക്കെ നേരത്തെ പോയോ? പോയി സർ. പതിവായി താക്കോൽ ആരാ സൂക്ഷിക്കാറ്? ഞാൻ പോകുമ്പോ കൂടെ കൊണ്ടുപോകും. സംഭവം നടന്ന അന്ന് കൊണ്ടുപോയോ? കൊണ്ടുപോയി സർ. നിങ്ങൾ സംഭവം അറിഞ്ഞത് എപ്പോഴാണ്? രാവിലെ. ആരാ പറഞ്ഞത്? ഫോൺ വന്നിരുന്നു. ആരാ ഫോൺ ചെയ്തത്? സെക്ഷൻ ഓഫീസർ. എന്ത് പറഞ്ഞു? ആരോ വാച്ച്മാനെ കൊലയിരുന്നും ക്യാഷ് റൂം കുത്തി തുറന്നിരിക്കുകയാണെന്നും അതുകൊണ്ട് ഉടനെ ഇവിടെ വരണമെന്നും പറഞ്ഞു. നിങ്ങൾ ഉടനെ പോയോ? പോയി. ആദ്യം ആരാ കണ്ടത്? ഇവിടുത്തെ തൂപ്പുകാരിയാ. എത്രയാ നഷ്ടപ്പെട്ടത്? 2,86,300. ഇത് കൃത്യമായ കണക്കാണോ? അതെ സർ. പേയ്മെന്റ് തുകയാണ്. നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? എനിക്ക് ആരെയും സംശയമില്ല. വരൂ. ഇത് ക്യാൻറ്റീനാണ് സർ. ഓ, ഇതിലേക്കുള്ള വഴി ഇതുവഴി പോണം. ഈ ക്യാൻറ്റീൻ കോർപ്പറേഷൻ നടത്തുന്നോ അതോ പുറത്തുനിന്നും ആരെങ്കിലും ആണോ? കോൺട്രാക്റ്റിൽ വിട്ടിരിക്കുക സർ. എത്ര വർഷത്തേക്ക്? 1 വർഷത്തേക്ക്. ഓ, ആരാ കോൺട്രാക്ട്? മാത്യു എന്നൊരാളാ. അത് ശരി. ആ, മറ്റുള്ളവരെല്ലാം ഇവിടെ നിന്നാ മതി. നിങ്ങൾ രണ്ടുപേരും വരൂ. ഈ ബാലനാരാ? ബാലൻ ഞാനാണ് സാർ. നിങ്ങളുടെ സ്വദേശം എവിടെയാ? ഇരിങ്ങാലക്കുട സാർ. ഇരിങ്ങാലക്കുടക്കാരൻ ഇവിടെ വന്ന് ക്യാൻറ്റീൻ എടുക്കാനുള്ള കാരണം? വർഷങ്ങളായി സ്ഥിരതാമസം ഇവിടെയാണ്. എവിടെ? പാളയം. ഇവിടെ എത്ര പണിക്കാരുണ്ട്? 7 പേരുണ്ട്. ആരൊക്കെ? സപ്ലൈക്ക് 2, അടുക്കളയ്ക്ക് 2, അരി ഇവിടുന്ന് മാറ്റാൻ ഒരാള്, പാത്രം കഴുകാൻ ഒരു സ്ത്രീ, പിന്നെ സാധനങ്ങളും മറ്റും വാങ്ങിക്കാൻ ഒരാള്. എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടോ? ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട് സാർ. ഓഹോ, ആരാ ഇല്ലാത്തത്? സപ്ലൈ ചെയ്യുന്ന പയ്യൻ. അവൻ എപ്പോഴാ പോയത്? ഇന്നലെ വൈകുന്നേരം. എന്താ പോവാൻ കാരണം? അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ലീവ് എടുത്തോണ്ടാ പോയത്. ഇവൻ അവനോടൊപ്പം ലീവ് ചോദിച്ചു. മറ്റാരും ഇല്ലാത്തതുകൊണ്ട് അവൻ വന്നതിന് ശേഷം ലീവ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. ശരി, ഏതായാലും ഇവന്റെ അടുത്ത് കുടിക്കാൻ ഒരു ചായ കൊടുത്തേക്ക്. ശരി സാർ. ഗ്ലാസ്സിലല്ല, കപ്പലും സോസറിലും. ശരി. എടാ, സാറിനൊരു ചായ കൊണ്ട് കൊടുക്കും.
സത്യം പറ, ആരെല്ലാം ചേർന്നായി കൊല നടത്തിയത്? നിന്റെ വേല എന്റെ അടുത്തോ? എടുക്കുക അന്വേഷണത്തിൽ നിന്നും ഈ സത്യശീലൻ നിയമപ്രകാരം SI സെലക്ഷൻ നേടിയിട്ടുള്ള ആളല്ല. ഇപ്പോൾ നമ്മൾ അറസ്റ്റ് ചെയ്തിരിക്കുന്ന സത്യശീലൻ ട്രെയിനിങ്ങിന് ഉണ്ടായിരുന്നയാളാണ്. ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കെ അവിടെ നിന്നും ആരും അറിയാതെ ചാടിപ്പോന്നിട്ടുള്ള ആളാണ്. SI അപ്പോയിന്റ്മെന്റ് കിട്ടിയ സത്യശീലൻ പിന്നെ എവിടെ പോയി? അതാണ് മനസ്സിലാകാത്തത്. ഇത്രയൊക്കെ ചെയ്യാൻ കഴിവുള്ള ഈ സത്യശീലൻ മറ്റേ സത്യശീലനെ എന്തെങ്കിലും ചെയ്തിരിക്കുമോ എന്നാണ് എന്റെ സംശയം. യു ആർ കറക്റ്റ്. ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുള്ള സത്യശീലനെ ക്വസ്റ്റ്യൻ ചെയ്താൽ എല്ലാ സത്യവും പുറത്തു വരും. താൻ പോലീസ് ട്രെയിനിങ് കോളേജിൽ നിന്നും ചാടിപ്പോന്ന സത്യശീലനാണ് അല്ലേ? അതെ. അന്ന് താൻ എങ്ങനെയാ അവിടുന്ന് ചാടിപ്പോന്നത്? എന്താ എന്താ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? നിന്റെയൊക്കെ ഈ ജന്മത്തെ SI ആയി ശേഷം ഭരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. Attention! Hands up with your gun! About on! Run! എന്തോ ജോക്കറും ഒന്നുമില്ലേ? ചേട്ടാ ഞാൻ വിട്ടു. ഇതാ
എന്റെ ഉറക്കമായത് എത്തുമ്പോ ചോറ് ഒന്ന് വേഗം എഴുതേ പോവാം വേഗം പോവാം എടുക്കണോ സത്യശീല എഴുന്നേക്ക് നിനക്ക് എന്തോ ഒരു വല്ലായ്മ ഒന്നുമില്ല. നീ ആഹാരം കഴിക്കാൻ വരുന്നില്ലേ? എനിക്ക് വേണ്ട, തമ്പിക്കോ, ഞാൻ പിന്നെ ഒന്നോളാം. നിന്റെയൊക്കെ ഈ ജന്മത്തെ SI ആയി ശേഷം ഭരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാഘമാസരഥമണഞ്ഞു മന്മഥന്റെ കൊടി ഉയർന്നു മാമരങ്ങൾ കൂട പിടിച്ചു നമുക്കായി. മാഘമാസരഥമണഞ്ഞു മന്മഥന്റെ കൊടി ഉയർന്നു മാമരങ്ങൾ കൂട പിടിച്ചു നമുക്കായി.
അകത്ത് വരുന്നില്ലേ? ഇല്ല, ഞാൻ പിന്നെ വരാം. വരട്ടെ. എന്നാ ശരി. അല്ല, ഇതാരും സത്യേട്ടനോ? എന്താ ഈ വേഷത്തിൽ? അമ്മ എവിടെ? അമ്മ കോവിലിൽ പോയിരിക്കുക. നീ എന്താ കാര്യം? വന്ന ഉടനെ അമ്മയെ തിരക്കാൻ. എനിക്ക് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി. ഉടനെ ജോലിയിൽ ജോയിൻ ചെയ്യണം. റിയലി? യെസ്. എന്റെ പ്രാർത്ഥന ഫലിച്ചു. എവിടെയാ? തൃക്കാക്കര. അകത്തേക്ക് കയറിയിരിക്കൂ, അമ്മ ഇപ്പൊ എത്തും. അതിനൊന്നും സമയമില്ല. ഉടനെ ഓഫീസിൽ റിപ്പോർട്ട് ചെയ്യണം. അമ്മായിയോട് വിവരം പറഞ്ഞാൽ മതി. വരട്ടെ. ബൈ. ബൈ. സത്യശീലൻ മാറി നടിച്ചോടെ കരുതും. യെസ് സർ. Come this side. Run till I say. എന്താ സത്യശീലൻ? സാർ, എനിക്ക് സാറിന്റെ അനുഗ്രഹം കൊണ്ട് SI പോസ്റ്റിനുള്ള അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടി. കൺഗ്രാജുലേഷൻസ്. എവിടെയാ? തൃക്കാക്കര. ഗുഡ്. ബുദ്ധിയും സാമർഥ്യവും ഉള്ളവർ രക്ഷപ്പെടും. ദാണ്ട നിൽക്കുന്ന മറ്റൊരു സത്യശീലൻ. മണ്ടയ്ക്കകത്ത് ഒന്നുമില്ല. ഇവനല്ല എന്തായി തീരുമെന്ന് ആർക്കറിയാം. എന്നാ ജോയിൻ ചെയ്യേണ്ടത്? നാളെ. ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു സാർ. എന്നിട്ടിപ്പോ ആ സത്യശീലൻ എവിടെ? മെന്റൽ ഹോസ്പിറ്റലിൽ. ആരാ മെന്റൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത്? ഞാൻ തന്നെ. എന്തിനു വേണ്ടി? അയാളെ വകവരുത്താൻ എന്റെ മനസാക്ഷി എന്നെ അനുവദിച്ചില്ല. അയാൾ പുറത്തു നിന്നാൽ ആപത്താണെന്ന് തോന്നിയതുകൊണ്ട് ഭ്രാന്താണെന്ന് ഡോക്ടറെ കൊണ്ട് കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി ഞാൻ അഡ്മിറ്റ് ചെയ്യിച്ചു. എന്തു വന്നാലും എന്റെ അനുവാദമില്ലാതെ പുറത്തു വിടാതിരിക്കാനുള്ള ഏർപ്പാടുകൾ ഞാൻ ചെയ്തു. മൈ ഗോഡ്, തന്നെ പോലുള്ളവർ SI ആയി തീർന്നാൽ ഈ രാജ്യത്തിന്റെ ഗതി എന്താവും? എത്രയും വേഗം ഹോസ്പിറ്റൽ സെല്ലിൽ നിന്ന് സത്യശീലനെ മോചിപ്പിക്കണം. എന്നിട്ട് ഈ സ്റ്റേഷന്റെ ചാർജ് അയാളെ തന്നെ ഏൽപ്പിക്കൂ. യെസ് സർ. ടേക്ക് ആക്ഷൻ ഇമ്മീഡിയറ്റ്ലി. സർ. Sorry, Mr. Satyashilan. We are very late. You are Mr. Satyashilan? Yes, sir. Really very sorry. You take charge immediately. Yes, sir.
ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു, സർ. തന്നെയല്ല, കുറച്ച് കൂടുതൽ ആൾക്കാരും സൂക്ഷിച്ചു വരണം. കുമ്പും കരാട്ടയൊക്കെ പഠിച്ചവന്മാരകത്ത് കാണും. കുമ്പും കരാട്ടയ്ക്ക് ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. വരുമ്പോ എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ച് കയറി വരും. ഇന്നാണെങ്കിൽ ഒരിക്കലും ഫ്രീ അല്ല. അന്നെ തന്നെ ഞങ്ങൾ അന്വേഷിക്കുന്ന ശരീരം വന്ന വലുതായിട്ട് ഗോതമ്പുണ്ടായില്ല. ഗോതമ്പുണ്ട സാർ. ഞാൻ ഇന്നാണ് ആദ്യമായിട്ട് നല്ല ഒന്നാന്തരം ഗോതമ്പുണ്ടായിരുന്നു. നിനക്ക് ഞാനുണ്ട്. ഒരു കുഴപ്പം നടന്നു പോ. അവന്റെ ശരീരത്തിൽ തൊടാനും തോന്നുന്നില്ല.
അവന്റെ ഒരു 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 പൗഡർ പൗഡർ കേട്ടോ കാച്ചൂടാ കേട്ടെ വേഗം കുഴിക്കാൻ അയ്യോ ഓടിയാണ്ടൂടെ അത് കുറവാ ഞാൻ കാശ് കൊടുത്തേക്ക്
എന്റെ അടി കൊണ്ടിട്ടുള്ളവന്മാരും ഇത്രയും കാലം അധികാരികളുടെ കണ്ണു വെട്ടിച്ച് നിങ്ങൾ ഇവിടെ ഉഗ്രതാണ്ഡവമാടി. അതിനെ ഒത്താശ ചെയ്യാൻ കാക്കി ഉടുപ്പ് ധരിച്ച ചില രാജ്യദ്രോഹികളും. നിങ്ങളുടെ അഴിഞ്ഞാട്ടം ഇവിടെ നടക്കില്ല. ഇനി നിന്റെ എല്ലാ താമസം ഇരുമ്പഴിക്കുള്ളിലാണ്. കേറാ